കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിന് വേണ്ടി അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. അങ്ങനെ അവർ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി എന്ന ചരിത്ര പുസ്തകത്തിൻ്റെ അകത്ത് കർത്താവായ യേശുക്രിസ്തു അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40ഓളം നാളുകൾ അവർക്ക് പ്രത്യക്ഷനായി. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന അനേക ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു. എന്നാൽ ഇവിടെ സഭ അവരുമായി കൂടിയിരിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സഭ യെരൂശലേമിൽ അവൻ ഒരുമിച്ച് ഇരിക്കുന്ന സഭയെ നമുക്കിവിടെ കാണാൻ കഴിയും. അവർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ദൈവസാന്നിധ്യത്തിൻ്റെ അകത്ത് ഇരിക്കുന്ന സഭകൾക്ക് ദൈവാലോചനയുടെ പിന്നിൽ ദൈവപ്രവൃത്തിക്കായി പ്രാർത്ഥനയോടെ ഇരിക്കാൻ തയ്യാറായാൽ ദൈവമഹത്വം വെളിപ്പെടും. പലപ്പോഴും നമുക്ക് ദൈവസാന്നിധ്യത്തിൽ ഇരിക്കാൻ കഴിയാതെ ജീവിതത്തിൻ്റെ പല തിരക്കുകൾ, ഉത്തരവാദിത്തങ്ങൾ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, ജീവിതത്തിൻ്റെ ഉപജീവന മാർഗങ്ങളൊക്കെ തേടി പലപ്പോഴും ഇരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമുക്കെല്ലാം തിരക്കാണ്. സ്തോത്ര, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, നമ്മുടെ ഭൗതികമാകുന്ന ആവശ്യങ്ങളൊക്കെ നല്ലതാണ്. അതിനൊക്കെ വേണ്ടി നാം തിരക്കേറിയ യാത്രയ്ക്കകത്താണ്. അങ്ങനെ ദൈവസാന്നിധ്യത്തിന് ഇരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി നമുക്ക് ഇരിക്കുന്ന സഭയെ കാണാം. ഞാൻ നിങ്ങൾ പറയട്ടെ, ദൈവസഭ ഇരുന്നാൽ അസാധാരണമാകുന്ന ദൈവപ്രവൃത്തികൾ വെളിപ്പെടും. എന്നാൽ ഇന്ന് കാരണം ചോദിച്ചാൽ 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, ആൽഫയുടെ മകനായ യാക്കോബ്, ഇരുവുകാരനായ ശീമോൻ, യാക്കോബിൻ്റെ മകനായ യൂദ, എല്ലാവരും കണ്ടോ. അവരെല്ലാവരും ഒരുമനപ്പെട്ട സ്ത്രീകളോടുകൂടെ, യേശുവിൻ്റെ അമ്മ മറിയയോടുകൂടെ, അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. കണ്ടോ, ഇരുന്നപ്പോൾ അവർ ഒരുമനപ്പെട്ടു. ഇതുവരെ അവർ അനുഭവിക്കാത്ത ഒരൈക്യത, ഒരുമിച്ച് ഒരേ മനസ്സോടെ ഒരു മാളിക മുറിക്കകത്ത് നാം ഇരിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ മറ്റ് ചിന്തകളൊക്കെ മാറ്റിയിട്ട് ഒരു വലിയ ഉണർവിന് വേണ്ടി, ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നാം ഒരുമിച്ചിരിക്കുമ്പോൾ ആമേൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. അവർ ഒരുമനപ്പെട്ട് ആദ്യം ഇരിക്കാൻ തയ്യാറായി. 2, അവർ ഒരുമനപ്പെട്ട് ഒന്നിച്ച് ഒരിടത്തിരിക്കാൻ തുടങ്ങി. സ്തോത്രം. അങ്ങനെ ഐക്യതയോടെ ഒരുമനപ്പെട്ട് അവരിരുന്നപ്പോൾ 2-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം കാണുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് മുഴക്കം ഉണ്ടായി. അവർ ഇരുന്ന വീട് മുഴുവനും നിറച്ചു. കണ്ടോ, ഒരുമനപ്പെട്ട് അവരൊരുമിച്ചിരുന്നപ്പോൾ വലിയ ദൈവപ്രവൃത്തികൾ അവരുടെ നടുവിൽ ഉണ്ടാകാൻ തുടങ്ങി. വലിയ മുഴക്കമുണ്ടായി. കാറ്റ് മനുഷ്യ നിർമ്മിതമല്ല, മനുഷ്യൻ നിർമ്മിക്കുന്നതല്ല കാറ്റ്. ഒരു മനുഷ്യനും രൂപസങ്കല്പം കൊടുക്കാൻ പറ്റുന്നതല്ല കാറ്റ്. അവിടെ കാറ്റടിച്ചു, മുഴക്കം കാതിൽ കേട്ടു, എല്ലാവരും നിറഞ്ഞു, അവരുടെ ഭാഷ മാറി. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നാം ഒരുമനപ്പെട്ട് ഒരു വലിയ ഉണർവിന് വേണ്ടി, ഒരു വലിയ ആത്മദാഹത്തോടെ, ഒരു വലിയ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടലിന് വേണ്ടി നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്നെങ്കിൽ നാം ഒരുമനപ്പെടണം, നാം ഒരുമിച്ചിരിക്കണം. 2, ഒരുമനപ്പെട്ട് ഒരുമിച്ചിരുന്നാൽ സംഭവിക്കുന്ന കാര്യം, ആരും കണ്ടിട്ടില്ലാത്ത ഒരനുഭവത്തിലേക്ക്, ആരും കണ്ടിട്ടില്ലാത്ത ഒരു ദൈവപ്രവൃത്തിയിലേക്ക് കർത്താവ് നിങ്ങളെ നയിക്കും, കർത്താവ് നിങ്ങളെ ഉയർത്തും. അതുകൊണ്ട് ഇന്ന് പകലിൽ ഒരുമനപ്പെട്ടിരിക്കാം ദൈവപ്രവൃത്തിക്കായി. ഗോഡ് ബ്ലസ് യു.